വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ചട്നി കം സ്പ്രെഡുമായിട്ടാണ്. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും പറാട്ടയുടെ കൂടെയും നമ്മുടെ സാൻഡ്വിച്ചസിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പനീർ ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 100 ഗ്രാം പനീർ. അപ്പോൾ ആദ്യം തന്നെ ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/4 to 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 to 1/2 ടീസ്പൂൺ പൊട്ടുകടല, ഒരു 2 വറ്റൽമുളക്, പിന്നെ വെളുത്തുള്ളി 2-3 അല്ലി. വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് സവാള ഒന്ന് വഴറ്റി എടുക്കുക. അപ്പം ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി വാടി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കാം. അപ്പോൾ ഈ പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 to 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് പനീർ ചേർക്കാം. പനീർ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി പിന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇതിലേക്ക് കടുക് വറുത്തൊന്നും ഒഴിക്കാറില്ല. അപ്പോൾ നമ്മളിതൊരു സ്പ്രെഡും കൂടെ ആയിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് കടുക് വറുത്ത് ഒഴിക്കുന്നില്ല ഞാൻ. അപ്പോൾ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സാമ്പാറൊന്നും ദോശയുടെ കൂടെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്നി നല്ലൊരു കോമ്പിനേഷനാണ്. ഇഡ്ലിക്കും പറാട്ടയ്ക്കും സാൻഡ്വിച്ചസിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പ്രെഡ് കൂടിയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരേക്കും ബൈ. താങ്ക് യു.